നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിലെ ജനങ്ങളുടെ കാട്ടാനപ്പേടിക്ക് താൽക്കാലിക തടയിടാൻ അടിയന്തര നടപടികളുമായി വനം വകുപ്പ്. മേഖലയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ പ്രത്യേക RRTയെ ഉടനടി വിന്യസിക്കും. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ അമ്മ മാരി കൺമുന്നിൽ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ കഴിയുന്ന രക്ഷിനും രക്ഷണയ്ക്കും തണലൊരുക്കാൻ വനം വകുപ്പ് മുന്നോട്ട് വന്നു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചൂരൽ കൊണ്ടടിച്ചെന്നും മുട്ടിൽ നിർത്തി കാലിൽ ചവിട്ടിയെന്നുമാണ് കുട്ടിയുടെ മൊഴി. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയ നടപടിയിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ തിരുത്തലിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ ജനങ്ങളുടെ കാട്ടാനപ്പേടിക്ക് താൽക്കാലിക തടയിടാൻ അടിയന്തര നടപടികളുമായി വനം വകുപ്പ്. മേഖലയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ പ്രത്യേക RRTയെ ഉടനടി വിന്യസിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചു. എന്നാൽ ചിന്നക്കനാലിലെ കാട്ടാന പ്രതിസന്ധി അത്രമേൽ സങ്കീർണമാണെന്നും പെട്ടെന്നൊരു ശാശ്വത പരിഹാരത്തിനുള്ള റെസിപ്പിയുമായല്ല താൻ വന്നിരിക്കുന്നതെന്നും മന്ത്രി തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 8 കാട്ടാനാക്രമണത്തിൽ മാരി എന്ന സ്ത്രീ ദാരുണമായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രദേശം നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ നിർണായക പ്രഖ്യാപനം. ചിന്നക്കനാൽ വന്യജീവി മനുഷ്യ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാനാക്രമണവും അതിനെ തുടർന്നുണ്ടായ ജീവഹാനിയും പ്രദേശവാസികളെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നേരിട്ട് ചിന്നക്കനാലിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് നിലവിൽ പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കിയ മന്ത്രി അടിയന്തര നടപടിയെന്ന നിലയിലാണ് അഡീഷണൽ RRT സംഘത്തെ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ചിന്നക്കനാലിലെ പ്രതിസന്ധിക്ക് പിന്നിൽ പതിറ്റാണ്ടുകളായുള്ള ചില ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുണ്ടെന്ന് വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ആനകളുടെ പരമ്പരാഗത സഞ്ചാരപാതകൾ പലയിടത്തും പൂർണ്ണമായി അടഞ്ഞുപോയിട്ട് ട്രൈബൽ റീസെറ്റിൽമെന്റുകളും റവന്യൂ ഭൂമിയിൽ ഉയർന്നുവന്ന വൻകിട സ്ഥാപനങ്ങളും ആനകളുടെ വഴി തടസ്സപ്പെടുത്തി. നിലവിൽ 18ഓളം കാട്ടാനകളാണ് ഈ ജനവാസ മേഖലയ്ക്ക് ചുറ്റുമുള്ളതെന്നാണ് കണക്കാക്കുന്നത്. വഴി അടഞ്ഞതോടെയാണ് ഇവ ജനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായത്. നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കേട്ട ശേഷമേ ഇതിൽ ശാസ്ത്രീയമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും വിദഗ്ധ സമിതിയുടെ ശുപാർശകളും സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇവയെല്ലാം പഠിച്ച ശേഷം പ്രായോഗികമായ വശങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരം എല്ലാവരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തുമെങ്കിലും നിലവിലെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ ഉറപ്പാക്കാനാണ് RRTയെ നിയോഗിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ഇനി പഴയ കാലത്തെ കുറിച്ച് പോയി ചെറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ സ്ഥിരം പ്രശ്നബാധിത മേഖല എന്നുള്ള നിലയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണവും അതിൻ്റെ കമ്മിറ്റിയുടെ ശുപാർശകളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്രയും ഒരു റവന്യൂ ഭൂമിയിൽ വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18ഓളം ആനകൾ ആണ് ഇവിടെ നിൽക്കുന്നത്. ആനയുടെ സഞ്ചാരപാത പലയിടത്തും ബ്ലോക്കായിട്ടുണ്ട്. അത് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ശാശ്വത പരിഹാരം വീണ്ടും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഫെൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നു. ഫെൻസിങ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ജനവാസ മേഖലയെ പൂർണ്ണമായി വേലികെട്ടിത്തിരിക്കുക എന്നത് പ്രായോഗികമാണോ എന്നും അത് ശാശ്വത പരിഹാരമാകുമോ എന്നും വനം വകുപ്പ് ഗൗരവമായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടിയെടുത്താകും മുന്നോട്ടുള്ള നീക്കം. എന്തുതന്നെയായാലും സ്പെഷ്യൽ RRTയുടെ വരവ് ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശാശ്വത പദ്ധതികൾ എന്നാണ് യാഥാർത്ഥ്യമാവുക എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സിറ്റിവിഷൻ രാജകുമാരി. കാട് കവർന്ന മാതൃസ്നേഹത്തിന് മുന്നിൽ പകച്ചുനിന്ന ആ കുരുന്നുകൾക്ക് ഇനി വനംവകുപ്പിന്റെ കാവൽ കൈകൾ. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാനാക്രമണത്തിൽ അമ്മ മാരി കൺമുന്നിൽ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ കഴിയുന്ന രക്ഷിനും രക്ഷണയ്ക്കും തണലൊരുക്കാൻ വനംവകുപ്പ് മുന്നോട്ട് വന്നു. ചരിത്രത്തിൽ ആദ്യമായി ഈ കുട്ടികളെ വനംവകുപ്പ് പൂർണ്ണാർത്ഥത്തിൽ ദത്തെടുക്കുകയാണെന്ന് ലോർഡ് ഹാർട്ടിലെ വീട്ടിലെത്തിയ മന്ത്രി ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചു. കുട്ടികൾക്കായി മന്ത്രി നേരിട്ടെത്തിച്ച 2 കുഞ്ഞു സൈക്കിളുകൾ ആ കണ്ണീർ വീട്ടിൽ ഒരു ചെറു പുഞ്ചിരിയായി. ഈ കുഞ്ഞു സൈക്കിളുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടാകാം. കാരണം ഈ സൈക്കിളിൽ കയറി അവർ പോകുന്നതും നോക്കി നിൽക്കാൻ ഇനി ആ അമ്മയില്ല. കഴിഞ്ഞ ജൂൺ 8 ഇവരുടെ ലോകം ഇരുളടഞ്ഞു പോയത്.
1 വർഷം മുൻപ് അച്ഛൻ നഷ്ടപ്പെട്ട ഈ മക്കൾക്ക് അമ്മ മാരിയായിരുന്നു എല്ലാം. സ്കൂളിലേക്ക് പോകാൻ പതിവ് പോലെ അമ്മയുടെ കൈപിടിച്ച് നടന്ന രക്ഷണയെയും കാത്തിരുന്നത് കാട്ടാനയുടെ രൂപത്തിൽ വന്ന വിധിയായിരുന്നു. കൺമുന്നിൽ അമ്മ ചോരയിൽ കുളിച്ചു വീണ ആ ദാരുണ ദൃശ്യം ഈ കുരുന്നുകളുടെ മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല. അനാഥത്വത്തിൻ്റെ ആഴക്കടലിൽ ഒറ്റപ്പെട്ടു പോയ ആ സഹോദരങ്ങൾക്ക് മുന്നിലേക്കാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ എത്തിയത്. കേവലം ഔദ്യോഗിക സന്ദർശനത്തിനപ്പുറം വനം വകുപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു കുടുംബത്തെ സർക്കാർ നെഞ്ചോട് ചേർക്കുന്ന പ്രഖ്യാപനമാണ് ഇവിടെയുണ്ടായത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കുട്ടികളെ ഞങ്ങൾ ദത്തെടുക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സ് തികയുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് നോക്കും. അവർക്കായി ഒരു പ്രത്യേക മെൻറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റേഷൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകും. മാസച്ചെലവിനായി 5000 രൂപ നൽകുന്നതിന് പുറമെ സ്കൂൾ ഫീസും മറ്റു കാര്യങ്ങളും വനം വകുപ്പ് തന്നെ വഹിക്കും. ഭാവിയിൽ അവർക്കൊരു വീട് ആവശ്യമായി വരികയാണെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും. വന്യജീവി ആക്രമണങ്ങളിൽ ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ മാതൃകയായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ആ കുട്ടികളെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ ദത്തെടുത്തു, അവർക്കൊരു മെന്ററെ വെച്ചു. അവരുടെ എല്ലാ 18 വയസ്സ് കുഞ്ഞുങ്ങൾക്ക് തികയുന്നിടം വരെ അവരുടെ എല്ലാ കാര്യവും ഞങ്ങൾ നോക്കും. അവർക്ക് ആവശ്യമുള്ള റേഷൻ 18 വയസ്സ് വരെ ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. 5000 രൂപ മാസ ചെലവിന് കൊടുക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട ഫീസും മറ്റു കാര്യങ്ങളും കൊടുക്കും. അവർക്ക് ഭാവിയിൽ അവർക്കൊരു വീട് ആവശ്യം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കാനൊക്കെ നോക്കും. പിന്നെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ തുടർ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ബന്ധു കൂടിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം രമേശിനാണ് സംരക്ഷണ ചുമതല. സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് കുട്ടികൾക്കായി പ്രത്യേക അക്കൗണ്ടുകൾ ഉറപ്പാക്കി കഴിഞ്ഞു. ലക്ഷങ്ങളുടെ ധനസഹായത്തിനോ ഭരണകൂടത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾക്കോ ഈ കുരുന്നുകൾക്ക് നഷ്ടപ്പെട്ട മാതൃസ്നേഹത്തിന് പകരമാകാനാകില്ല. അത് തീർച്ചയാണ്. എങ്കിലും വന്യമൃഗങ്ങൾ കാടിറങ്ങി വന്ന് ഒരു കുടുംബത്തിൻ്റെ താങ്ങ് തകർക്കുമ്പോൾ അതിനൊരു പുതിയ പ്രതിരോധ മാതൃക തീർക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ലോഹാട്ടിലെ ഈ വീടിന് ഇനി കാവലായി വനം വകുപ്പിൻ്റെ കൈകളുണ്ടാകും. തണലായി ഈ നാടുമുണ്ടാകും. സിറ്റി വിഷൻ, രാജകുമാരി. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചൂരൽ കൊണ്ടടിച്ചെന്നും മുട്ടിൽ നിർത്തി കാലിൽ ചവിട്ടിയെന്നുമാണ് കുട്ടിയുടെ മൊഴി. ചക്കുപള്ളം അണക്കര സർക്കാർ സ്കൂളിലാണ് സംഭവം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴം ഉച്ചകഴിഞ്ഞ് 3:30യോടെയാണ് സംഭവം. 7ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി കളിയാക്കിയതിൽ പ്രകോപിതനായി അധ്യാപകനായ ശിവകുമാർ മർദ്ദിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. വിദ്യാർത്ഥിയുടെ നെഞ്ചത്തും കാലിലും ചെകിട്ടത്തും പരിക്കേറ്റതായി മാതാപിതാക്കൾ ആരോപിച്ചു. കുട്ടിയെ വണ്ടൻമേട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ തേടി. ആശുപത്രിയിൽ നിന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൻമേട് പോലീസ് രാത്രി വീട്ടിലെത്തി കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുട്ടുകുത്തി എൻ്റെ കൊച്ചിനെ തല്ലി, കാല് മേളിൽ കയറി ചവിട്ടുക, ഈ ചെവിക്കലൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ അടിച്ച്, ഈ മണ്ടയൊക്കെ അടിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്നോട് വിളിച്ചിട്ട് TC മേടിച്ചോണ്ട് പോ, നിൻ്റെ കൊച്ചിനെ TC മേടിച്ചോണ്ട് പോ, പഠിക്കാൻ പറ്റത്തില്ല ആണെന്ന് പറയുക എന്നോട്. എൻ്റെ കെട്ടിയവേ വയ്യാത്തതാ. ഞാൻ 2 കുഞ്ഞുങ്ങൾ വെച്ച് ഞാൻ ജീവിക്കുന്നത്. അവൾക്ക് ഒരു ഷർട്ട് കൂടെ എടുക്കാൻ എനിക്ക്. എന്നാൽ ചൂരൽ കൊണ്ട് കുട്ടിയെ അടിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റു മർദ്ദനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും അധ്യാപകൻ പ്രതികരിച്ചു. അന്വേഷണം നടത്തുമെന്ന് സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും പറഞ്ഞു. സിറ്റി വിഷൻ, കുമളി. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയ നടപടിയിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ തിരുത്തലിലേക്ക്. സമിതി രൂപീകരണത്തിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം സമ്മതിച്ചതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ കേന്ദ്രം തയ്യാറായ നടപടി സ്വാഗതാർഹമാണെന്നും 7 ദിവസത്തിനകം പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. ദേശീയ ഡാം സുരക്ഷാ നിയമപ്രകാരം രൂപീകരിച്ച വിദഗ്ധ നിഷ്പക്ഷ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജനാധിപത്യ രീതികൾക്കും ഡാം സുരക്ഷാ നിയമത്തിനും പൂർണ്ണമായും വിരുദ്ധമായ ഈ നടപടിക്കെതിരെ MP എന്ന നിലയിൽ താനും സംസ്ഥാന സർക്കാരും കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി CR പാട്ടീലിന് കത്തയച്ച് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം വീഴ്ച സംബന്ധിച്ച് കത്തയച്ചതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്.
കേന്ദ്ര ജലവിഭവ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി കത്ത് ലഭിച്ചു. ഈ കാര്യത്തിൽ NDSAയ്ക്ക് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുകയും ആ നിലപാട് തിരുത്തുകയും ചെയ്തിരിക്കുകയാണ്. 7 ദിവസത്തിനകം കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു റിവൈസ്ഡ് പാനൽ അനൗൺസ് ചെയ്യും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളമെടുത്ത സ്റ്റാൻഡ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വിദഗ്ധ സമിതിയുടെ പരിശോധനയാണ് നടക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ജലവിഭവ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ NDSAയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയും ആ നിലപാട് തിരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് വന്നിട്ടുള്ള ഫോർമേഷനാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കൃത്യമായ പ്രൊസീജിയർ അത് സംബന്ധിച്ച് കൃത്യമായ തരത്തിലുള്ള എല്ലാ നിർവചനങ്ങളും സൂചിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ ആ കമ്മിറ്റിയിൽ ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പെർട്സിൽ വിദഗ്ധ നിഷ്പക്ഷ സമിതികളിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഈ വിദഗ്ധ നിഷ്പക്ഷ സമിതിയുടേത്. ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗം കേൾക്കാൻ പ്രതിനിധി ഉണ്ടാവുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ നിലപാടും തിരുത്തപ്പെടണമെന്ന് MP ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച ആശങ്കകൾ തള്ളിക്കളയാൻ കേന്ദ്രത്തിന് കഴിയില്ലെന്നതിന്റെ തെളിവാണ് ഈ പുതിയ തിരുത്തൽ നടപടി. 7 ദിവസത്തിനകം മികച്ചൊരു വിദഗ്ധനെ പാനലിലേക്ക് നിർദ്ദേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. സിറ്റി വിഷൻ, ഉപ്പുതറ. ലഹരിക്കായി യുവാക്കൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകളും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായി 3 യുവാക്കൾ പിടിയിൽ. ഇവരിൽ നിന്ന് കണ്ടെടുത്തത് 22,000 രൂപ വിലയുള്ള കീമോതെറാപ്പിക്ക് ശേഷം നൽകാറുള്ള ടാപ്പൻഡറ്റോൾ ടാബ്ലറ്റ് 100 മില്ലിഗ്രാമിന്റെ പാക്കറ്റുകളും കഞ്ചാവും. പ്രതികളെല്ലാം 22 വയസ്സ് പ്രായമുള്ളവർ. നെടുങ്കണ്ടം പുതകിൽ പ്രാഞ്ചി, ചിറക്കുന്നേൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പ്രതികൾ. നെടുങ്കണ്ടം SI ലിജോ P മണിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ നിൽക്കുന്ന യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തണ്ട് ഘടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വേദന സംഹാരി ഗുളികകൾ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തണ്ട് ഘടിപ്പിച്ച് കഞ്ചാവ് കത്തിച്ചു വലിക്കുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കുമെന്നും യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. ക്യാൻസർ ബാധിതർക്ക് കീമോതെറാപ്പിക്ക് ശേഷം നൽകുന്ന വേദന സംഹാരി ഗുളികകളാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കട്ടപ്പനയിലെ ക്യാപ്സൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ഇവർ ഈ ഗുളിക വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു. ദിവാകരനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു കവറിനുള്ളിൽ ഒരു ഗ്ലാസ്, പൊടിച്ച ഗ്ലാസും പിന്നെ വലിക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഈ ഗുളിക പൊടിച്ച് ഇഞ്ചെക്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് കുറിച്ച് നോക്കാം. അത് ശരിക്കും ഇപ്പോൾ ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ്. അത് പൊടിച്ച് നമ്മുടെ അതിൻ്റെ സൈൻ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് സിറിഞ്ചിലെടുത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. സംഘത്തിൽ കൂടുതൽ യുവാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ഇവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ മറ്റൊരു പരിശോധനയിൽ കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മറ്റൊരു യുവാവിനെയും ഇതേ പ്രദേശത്തു നിന്നും പിടികൂടി. മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെയാണ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മൂന്നാറിൽ സഞ്ചാരികൾ വീണ്ടും അപകടയാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പള്ളിവാസൽ ചിത്തിരപുരം ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിലായിരുന്നു അപകടയാത്ര. ബോണറ്റിൽ ഒരാൾ ഇരുന്നും സൺറൂഫിലൂടെ 3 പേർ പുറത്തേക്ക് നിന്നും കാറിന്റെ ജനാലയിൽ ഇരുന്നും അപകടകരമായ രീതിയിലാണ് യാത്ര നടത്തിയത്. മൂന്നാറിൽ സഞ്ചാരികൾ വീണ്ടും അപകടയാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്.
പള്ളിവാസൽ ചിത്രപൂരം ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിലായിരുന്നു അപകടയാത്ര. ബോണറ്റിലൊരാൾ ഇരുന്നും സൺറൂഫിലൂടെ 3 പേർ പുറത്തേക്ക് നിന്നും കാറിന്റെ ജനാലയിൽ ഇരുന്നും അപകടകരമായ രീതിയിലാണ് യാത്ര നടത്തിയത്. പ്രദേശവാസിയാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. കർണാടകയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് അപകടയാത്ര നടത്തിയതെന്നാണ് വിവരം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ സാഹസിക യാത്ര ചെയ്യുന്നവരിൽ അധികവും. അപകടയാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും തങ്കമണി പോലീസും തങ്കമണി എക്സൈസും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന പേരിലാണ് തങ്കമണി പോലീസും തങ്കമണി എക്സൈസും സ്കൂളിലെ NCC ആർമി വിഭാഗവും സംയുക്തമായി പരിപാടികൾ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ പോരാടുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുവാനും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികാരികളെ അറിയിക്കുവാനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 4 അടി വീതിയും 20 അടി നീളവുമുള്ള കൂറ്റൻ ബാനർ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ചു. തുടർന്ന് നടന്ന യോഗം തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം തങ്കമണി SI ബിജു ബേബി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ്, സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, കായികാധ്യാപകൻ
ഫ്രാങ്ക്ലിൻ വി ഷാജി, SI സേവ്യർ PD, എക്സൈസ് പ്രവിൻറ്റ് ഓഫീസർ ബിനു ജോസഫ്, ഓഫീസർമാരായ സുജിത് S, ബേസിൽ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് മദ്യം മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് പൗരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെറുതോണി പട്ടണം കേന്ദ്രീകരിച്ച് രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗവും തുടർന്നുള്ള അക്രമ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതായും സമീപകാലത്ത് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതരുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നും സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വ്യാപകമായിട്ടുള്ള വിൽപ്പനയും ഉപയോഗവും അത് കഴിഞ്ഞ കുറേ നാളുകളായി ചെറുതോണിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് അനിഷ്ട സംഭവങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ, ചെറുതോണി ടൗൺ എന്ന് പറയുന്നത് ജില്ലാ ആസ്ഥാന പട്ടണമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ജില്ല വിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധിയായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും വിവിധ സർക്കാർ ഓഫീസുകളിലും ജില്ലാ ആസ്ഥാനമായിട്ടുള്ള ഓഫീസുകളിലും വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ചെറുതോണി. രാവിലെ ഏതാണ്ട് ഒരു 6 മണി മുതൽ തന്നെ ടൗൺ സജീവമാകും. രാത്രി ഒരു 8-8:30 മണി വരെ നിരന്തരമായിട്ട് ആളുകൾ വന്നു പോകുന്ന ജില്ലാ ആസ്ഥാന പട്ടണം എന്നുള്ള നിലയിൽ ഇവിടെ വ്യാപകമായി വിൽപ്പന നടത്തി അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇവിടെ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി അനുസരിച്ച് ഇവിടുന്ന് ഈ രാസലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും പരിപൂർണമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന നടപടിയിലേക്ക് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന കാട് കയറി കിടക്കുന്ന വൈദ്യുതി ബോർഡിന്റെ സ്ഥലത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും മദ്യം മയക്കുമരുന്ന് വസ്തുക്കളുടെ വിപണനം ഉൾപ്പെടെ വ്യാപകമായി നടക്കുമ്പോഴും പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. വിഷയം സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായും പൗരസമിതി നേതാക്കളായ ജോസ് കുഴിക്കണ്ടം, സാജൻ കുന്നേൽ, ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ, സതീഷ് വേണുഗോപാൽ എന്നിവർ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സേനാപതി മാർ ബേസിൽ സ്കൂളിൽ യോഗാ ദിനവാരം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം പരിമിതപ്പെടുത്തില്ലെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിജ്ഞയെടുത്തു. കായിക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണാഭമായ യോഗ ശില്പ പ്രദർശനം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സമൂഹത്തിന്റെ മെച്ചപ്പെട്ട ഭാവിക്ക് യോഗ അനിവാര്യമാണെന്ന ഉദാത്തമായ സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് സേനാപതി മാർ ബേസിൽ സ്കൂളിൽ യോഗാ ദിനവാരം ആഘോഷിച്ചത്. യോഗ വെറുമൊരു ദിനാചരണത്തിൽ ഒതുക്കേണ്ടതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന് തുടക്കമിട്ടത്. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു പോളിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ യോഗവാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ഒരു സമൂഹ സൃഷ്ടിക്ക് യോഗ ശീലമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ആത്മീയവുമായ ആരോഗ്യനില തൃപ്തിപ്പെടുത്തി നല്ല ഉന്നമനത്തോടുകൂടി ഈ ലോകത്ത് സന്തോഷവാനായി ജീവിക്കാൻ, സന്തോഷവതിയായി ജീവിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാകും യോഗയിലൂടെ എന്നുള്ളത്. തീർച്ചയായും ഇത് നമ്മൾ ഈ ദിനത്തിലൂടെ കേൾക്കുമ്പോൾ ഇതിന്റെ പാതകളിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ്. സ്കൂളിലെ കായിക വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ച വർണ്ണാഭമായ യോഗശില്പം ആവേശമുണർത്തി. കഠിനമായ യോഗാസന മുറകൾ ലളിതമായും മനോഹരമായും കോർത്തിണക്കിയായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ വിസ്മയ പ്രകടനം. പ്രശസ്ത യോഗ ആചാര്യൻ രഘുമാഷിന്റെയും നാഷണൽ ആയുഷ് മന്ത്രാലയത്തിലെ യോഗ ഇൻസ്ട്രക്ടർ അതുല്യ പ്രതാപചന്ദ്രന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യോഗ പരിശീലന സെഷൻ സംഘടിപ്പിച്ചു.
യോഗയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും മാനസിക ഏകാഗ്രത കൈവരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കുട്ടികൾക്കിവർ വിശദീകരിച്ചു നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡെയ്സി മാത്യു, പ്രിൻസിപ്പൽ ധന്യ എസ് നായർ, കായിക അധ്യാപകൻ ഏബിൻ കെ ജോണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിന് യോഗയേക്കാൾ മികച്ച മറ്റൊന്നില്ലെന്ന ബോധ്യം കുട്ടികളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് മാർബീസിൽ സ്കൂളിലെ യോഗാദിന വാരാഘോഷങ്ങൾ സമാപിച്ചത്. സിറ്റി വിഷൻ രാജകുമാരി. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സുവർണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി MMD ആർദ്രം ഡയാലിസിസ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സുവർണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി MMD ആർദ്രം ഡയാലിസിസ് കുടുംബസംഗമം ജൂൺ 25 വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് സംഘടിപ്പിച്ചു. പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു. തുടർന്നും ഇത് കൊണ്ടുപോകണമെന്ന് നമ്മുടെ എല്ലാ ആഗ്രഹം, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതിന് ആവശ്യമുണ്ട് എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥനയും സഹകരണവും. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ചികിത്സയ്ക്ക് വരുന്നവരും മറ്റു കാര്യങ്ങൾക്ക് എത്തുന്നവരും ഒക്കെ അവരുടെ ഒരു പങ്ക് ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതും സഹായകമാകും. ഈ രോഗാതുരമായ അവസ്ഥയിൽ, അതൊരു ഡയാലിസിസിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയ ഒരു രോഗിയുടെ അവസ്ഥ, ആ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, അതെല്ലാം നമ്മളിവിടെ കേട്ടത്. അവരുടെ ഹൃദയം നുറങ്ങുന്ന വാക്കുകളൊക്കെയാണ് നമ്മൾ ശ്രമിച്ചത്. കണ്ണു നിറയുന്ന അനുഭവങ്ങളാണ്. നേരിട്ടത് അനുഭവിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും വേദനകൾ. പരിപാടിയിൽ രൂപത വികാരി ജനറൽ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഡയാലിസിസ് രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനും ആത്മീയ സാമൂഹിക പിന്തുണയ്ക്കുമായി സംഘടിപ്പിച്ച സംഗമത്തിൽ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രാമകൃഷ്ണൻ ആർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വൃക്കരോഗം മൂലം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുക എന്നതാണ് MMD ആർദ്രം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. രോഗികൾക്ക് ചികിത്സാ സഹായത്തിനൊപ്പം മാനസികവും ആത്മീയവുമായ പിന്തുണയും ഉറപ്പാക്കുന്നതിനായി പദ്ധതി പ്രവർത്തിച്ചു വരുന്നു. ഡയാലിസിസ് രോഗികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം പരസ്പര അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും രോഗികൾക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതിനും സഹായകമായി. ആർദ്രം പദ്ധതിയിലൂടെ രൂപത നടപ്പിലാക്കി വരുന്ന കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പരിപാടികൾക്ക് MMD ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൻഡോ പേഴുങ്കാട്ടിൽ, MMD ഹോസ്പിറ്റൽ PRO ബിബിൻ സെബാസ്റ്റ്യൻ കൈതക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,980 രൂപ, പവന് 1,03,840 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകളിലൂടെ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിലെ ജനങ്ങളുടെ കാട്ടാനപ്പേടിക്ക് താൽക്കാലിക തടയിടാൻ അടിയന്തര നടപടികളുമായി വനം വകുപ്പ്. മേഖലയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ പ്രത്യേക RRTയെ ഉടനടി വിന്യസിക്കും. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ അമ്മ മാരി കൺമുന്നിൽ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ കഴിയുന്ന രക്ഷിനും രക്ഷണയ്ക്കും തണലൊരുക്കാൻ വനം വകുപ്പ് മുന്നോട്ട് വന്നു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചൂരൽ കൊണ്ടടിച്ചെന്നും മുട്ടിൽ നിർത്തി കാലിൽ ചവിട്ടിയെന്നുമാണ് കുട്ടിയുടെ മൊഴി. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയ നടപടിയിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ തിരുത്തലിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.